FCRA നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ക്രൈസ്തവ സഭകൾ രംഗത്ത്. ക്രിസ്ത്യാനികളോടുള്ള BJP സമീപനം ആത്മാർത്ഥതയില്ലാത്തതെന്നാണ് KCBCയുടെ ആരോപണം. നിരവധി സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ നിയമം പ്രതികൂലമായി ബാധിക്കുമെന്ന് മലങ്കര സുറിയാനി കാത്തോലിക്ക സഭാധ്യക്ഷൻ കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ പ്രതികരിച്ചു. അതേസമയം ബിൽ ഭേദഗതിയിൽ ഇനി ചർച്ചയില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. വിദേശ സംഭാവന വിനിമയ ചട്ടത്തിൻ്റെ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ ഉയർത്തുന്നത്. ബില്ലിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ പറഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പാർലമെന്റിൽ ഈ സംസ്ഥാനങ്ങളിലെ MPമാരൊക്കെ അവരവരുടെ സംസ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ തുടക്കത്തിൽ പാർലമെന്റിൽ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ ഒരു സാങ്കത്യം, അതിന്റെ ഒരു അനൗചിത്യം അത് ചോദ്യമായി നിൽക്കുകയാണ്. അപ്പൊ ഇത് പടിപടിയായി ഇങ്ങനെയുള്ള ആശങ്കകൾ ചെറുതാണ് എന്നൊരുപക്ഷെ ദൂരെ നിൽക്കുന്നവർക്ക് തോന്നുമെങ്കിലും ഇതനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വലിയ അസ്വസ്ഥതയാണ്. KCBCയും ശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. കത്തോലിക്ക സഭയെ ഒപ്പം നിർത്താൻ BJP നടത്തുന്ന ശ്രമങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ മറ്റു കാര്യങ്ങളിലും ആത്മാർത്ഥത ഉണ്ടാകണമെന്ന് KCBCയുടെ വക്താവ് ഫാദർ തോമസ് തറയിൽ പറഞ്ഞു. അതിലെന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടെങ്കിൽ അത് തിരുത്താം, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാം, അതൊക്കെ തയ്യാറാണ്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ഇതെല്ലാം ഏറ്റെടുക്കുമെന്ന് പറയുന്നത് ഒരുതരം ഏകാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്നത് പോലുള്ള ഒരു പ്രവണതയിലേക്കാണ് ഇത് പോകുന്നത്. പൊളിറ്റിക്കൽ സെറ്റ് ബാക്ക് ഉണ്ടാക്കുവാനായിട്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഇങ്ങനെ വന്നു, ഈ ഇലക്ഷനകത്ത് അതുണ്ടാകുമെന്നൊന്നും പറയാനായിട്ട് ഞാൻ പറ്റത്തില്ല. ലോങ് ടൈമിൽ ഉണ്ടാവാം, കാരണം ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ കോർഡിനേഷൻ സമിതി CBCI രൂപീകരിച്ചു. മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ചേർന്നുകൊണ്ട് പ്രതിഷേധിക്കാനാണ് CBCIയുടെ തീരുമാനം. ഇതൊരു പുതിയ അറിവാണ്. ഇന്ന് വരെ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തുനിന്ന് CBCI ആയിട്ടോ അല്ല ക്രൈസ്തവ സംഘടനകളായിട്ട് ഇതുവരെ ഒരു ഡിസ്കഷനോ ഒരു അഭിപ്രായ പ്രകടനങ്ങളോ നടത്തിയിട്ടില്ല. ഇതൊരു പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ ആ രീതിയിൽ തന്നെ കാണണം, അല്ലാണ്ടൊരു ക്രൈസ്തവ സംഘടനയുടെ അല്ല ക്രൈസ്തവ സഭയുടെ ഒരു പ്രശ്നമായിട്ട് ഇത് കാണരുത്. അതേസമയം ബില്ലിൽ ആരുമായും ഇനി ചർച്ചകൾക്കില്ലെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളെ ഒരു തരത്തിലും ബിൽ ഹനിക്കുന്നില്ലെന്നും കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. As a Minister for Minority Affairs, I have fully gone through the provisions of the Act and I have already assured various organizations who have come to me that the minorities are very safe in India. In fact, India is the safest nation for all the minorities in the world. ബില്ലിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പ്രതികരിച്ചു. ഈ FCRA എന്ന് പറയുന്നത് എല്ലാവരും കരുതിയിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണ്. അങ്ങനെയല്ല. ഭൂരിപക്ഷവും ഈ മറ്റ് സമുദായങ്ങൾ, അതായത് ഈ ന്യൂനപക്ഷം അല്ലാത്തവരാണ് അപേക്ഷിക്കുന്നത് ഈ സൊസൈറ്റികൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ചർച്ച വരുന്നത് നല്ലതാണ്. ബില്ലിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തുകയാണ് കോൺഗ്രസും CPM-ഉം. ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ സഭാ നേതൃത്വവുമായി സംസാരിച്ച് പ്രശ്നത്തിനൊരു പരിഹാരം കാണാനുള്ള ശ്രമങ്ങളും BJP നേതൃത്വം നടത്തുന്നുണ്ട്. SRM ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.